മുക്കം KMCT പോളിടെക്നിക്കിൽ മാനേജ്മെന്റിന്റെ പീഡനം വീണ്ടും. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനാവശ്യമായി പിഴ ചുമത്തുന്നതിനെതിരെ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് റീവാലുവേഷൻ അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. ഇന്ന് റീവാലുവേഷന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കാൻ പോയപ്പോൾ അവിടുന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഞങ്ങൾക്ക് റിവാലുവേഷൻ അനുവദിച്ചു തരില്ല എന്നാണ് ഇന്ന് പ്രിൻസിപ്പൽ ഞങ്ങളോട് പറഞ്ഞത്. ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് റിവാലുവേഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. KMCT പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയതായിട്ടുള്ള ആദ്യത്തെ ചർച്ച അത് പരാജയപ്പെട്ടതിനാൽ നാളെ മുതൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും SFIയും KSUവും MSFും ABPയും അടക്കമുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും നാളെ മുതൽ ഇവിടെ വീണ്ടും സമരം ആരംഭിക്കുകയാണ്. സമരപ്പന്തൽ കെട്ടി വിദ്യാർത്ഥി സംഘടനകൾ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ക്രൂരതക്കെതിരെ അനാവശ്യമായ ഫൈൻ ഈടാക്കുന്ന നടപടിക്കെതിരെ നാളെ മുതൽ അനിശ്ചിത കാലത്തേക്ക് ഒരു തീരുമാനത്തിൽ മാറ്റമുണ്ടാകും വരെ വിദ്യാർത്ഥി സംഘടനകൾ നാളെ മുതൽ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുക. 1 ഉം 2 ഉം വർഷ വിദ്യാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ നിരസിച്ചത്. ഇതോടെ വിദ്യാർത്ഥികൾക്ക് 1 വർഷമാണ് മാനേജ്മെന്റിന്റെ പിടിവാശി മൂലം നഷ്ടമാവുന്നത്. നേരത്തെ ബെഞ്ചിൽ ചാരി നിന്നതിനും താടി വെച്ചതിനും ഷർട്ട് ഇൻ ചെയ്യാത്തതിനും 1000 മുതൽ 10,000 രൂപ വരെ പിഴ ചുമത്തുന്ന നടപടിക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തിയിരുന്നു. ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ പകപോക്കൽ. ഇതിനെതിരെ വീണ്ടും സമരം ആരംഭിക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.